ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മന്ത്ലി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ വന്നപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ക്രിസ്മസ് ട്രീ ആണ്. കുറേ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ക്രിസ്മസ് ട്രീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വരുമ്പോഴത്തേക്ക് നിറയും കേക്കിൻ്റെ ഐറ്റംസ്, പ്ലം കേക്ക്, അതുപോലെ മാർബിൾ കേക്ക്, പുഡിങ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയെല്ലാം ഓഫർ ഇട്ടാണ് കേക്ക്. പിന്നെ നമ്മളിപ്പം കേക്കൊന്നും മേടിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇടയ്ക്ക് ഒരെണ്ണം മേടിച്ചത് തന്നെ നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേക്കൊന്നും നോക്കിയില്ല. പിന്നെ നേരെ പോയത് ബിസ്ക്കറ്റൊക്കെ നോക്കാനാണ്. കുഞ്ഞിന് അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ വേണം. അത് തന്നെയല്ല, അവന് ബിസ്ക്കറ്റ് ചില ബിസ്ക്കറ്റൊക്കെ ഇഷ്ടം, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ നേരെ വന്ന് മാഗി ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ വർക്കിന് മുമ്പ് മാഗിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. മാഗിയൊക്കെ എടുത്തു. പിന്നെ നേരെ വന്നപ്പോൾ ഒരു പായസത്തിൻ്റെ പാക്കറ്റ് ഉണ്ടോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസമാണ് അത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഇതെങ്ങനെയാണ്. അപ്പോൾ ഡേറ്റൊക്കെ നോക്കിയപ്പോൾ ഇത് കുറേ നാളിങ്ങനെ ഇരിക്കും, 6 മാസത്തെ എന്തോ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അതെന്ത് സംഭവം നമുക്കറിയത്തില്ല. അതൊന്നും എടുത്തില്ല കേട്ടോ. ഇനി നേരെ പോകുന്നത് അരി ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണമല്ലോ. നമ്മുടെ മന്ത്ലി ഷോപ്പിംഗ് ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം മേടിക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ആ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തീരെ ചെറുതാണ്, ഇതിനകത്ത് എങ്ങനെ ഉഴുന്ന് എടുക്കുന്നതെന്ന്. പിന്നെ പച്ചരി ഇച്ചിരി ഏറെ എടുത്ത്, ഉഴുന്ന് പിന്നെ അത്രയും വേണ്ടല്ലോ. അപ്പോൾ ഉഴുന്നും പച്ചരിയൊക്കെ എടുത്ത്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഗോതമ്പൊടി അങ്ങനെയുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബില്ലടിക്കാൻ കുറച്ചധികം സമയം ഇങ്ങനെ നിൽക്കണം കേട്ടോ. അന്നേരം ആ ഒരു വൈകുന്നേരമൊക്കെയാണ് പോയപ്പോൾ അവിടെ ഒത്തിരി ആളൊന്നുമില്ല, സ്റ്റാഫൊക്കെ കുറവായെന്ന് തോന്നുന്നു. അപ്പോൾ ആ ബില്ലൊക്കെ അടിച്ച് പിന്നെ നമുക്ക് വേണ്ട ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ. എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മേടിച്ച്, പിന്നെ തേയിലയൊക്കെ മേടിച്ച്, പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീയുടെ പാക്കറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചെറുതിൽ മറ്റേ പൊടിയാണ്, അത് പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ പാക്ക് തന്നെ എടുത്തു, വലുത് തന്നെ അങ്ങ് എടുത്തു. പിന്നെ നമുക്ക് വിളക്കെണ്ണയും വിളക്ക് തിരി, സാമ്പ്രാണി അങ്ങനെയുള്ള സംഭവമൊക്കെ വേണ്ടതുകൊണ്ട് ആ ഒരു സെക്ഷനിലും പോയി അതൊക്കെ ഒന്ന് റെഡിയാക്കി, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന് എന്തെങ്കിലും ജ്യൂസ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ കുഞ്ഞിന് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പനി വയ്യാഴിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങ് തിരിച്ചു വെച്ചു. ഡോക്ടർ പറഞ്ഞത് ഒത്തിരി ബേക്കറി ഐറ്റംസും അതുപോലെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡാർക്കിലെടുത്തത് മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തത്. ഡാർക്കിന് നല്ല കയ്പ്പാണ്. ഏതായാലും ഒരു ചോക്ലേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിന് അത്യാവശ്യം അവന് ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കും, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ബേക്കറി ഐറ്റം ഒന്നും എടുത്തില്ല, കുഞ്ഞിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. പിന്നെയും ഞാൻ കേക്കിൻ്റെ സെക്ഷനിൽ തന്നെ ഇങ്ങനെ നോക്കുക, വേണോ വേണ്ടയോ. പക്ഷേ പിന്നെ ഞങ്ങൾ കേക്ക് എടുത്തില്ല, ഇപ്പോഴേ കേക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഇടയിൽ ഒരു വൈൻ്റെ കുപ്പി എടുത്തുകൊണ്ട് തന്നു. ഞാനതിങ്ങനെ നോക്കും, ഇത് എന്താ സംഭവം. അപ്പോൾ അത് വൈനാണ് കേട്ടോ. അതിന് എന്തോ 500 സംതിങ് രൂപ എന്തോ അതിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. അപ്പം ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി